ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഇതുപോലെ ഡംബൽ കിക്ക് ബാക്ക് ചെയ്യാറുണ്ടോ? ഡംബൽ കിക്ക് ബാക്ക് ഈസ് വൺ ഓഫ് ദി വേസ്റ്റ് എക്സസൈസ്. എന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത്. അത് പറയുന്നതിന് മുമ്പ് ബയോമെക്കാനിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ ഓരോ പൊസിഷനിലും നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് ഡിഫറൻ്റ് ആയിരിക്കും. ചില പൊസിഷനിൽ നമ്മുടെ മസിൽ സ്ട്രോങ് ആയിരിക്കും, ചില പൊസിഷനിൽ നമ്മുടെ മസിൽ വീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മസിൽ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന പൊസിഷനിലായിരിക്കണം നമ്മൾ മസിൽസിന് കൂടുതൽ റെസിസ്റ്റൻസ് കൊടുത്ത് ട്രെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഡംബൽ കിക്ക് ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ഡംബൽ കിക്ക് ബാക്കിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയൊരു ലോറി ഉണ്ട്, അതിലിഷ്ടംപോലെ സാധനങ്ങൾ കൊള്ളും. പക്ഷേ നിങ്ങൾ കൈ കൊണ്ട് കുറച്ച് 6mm മെറ്റലോ വാരിയിട്ടിട്ട് ആ ലോഡും കൊണ്ട് പോകുന്ന സെയിം സിറ്റുവേഷൻ. അതായത് സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിങ്ങളുടെ മസിൽ ട്രൈസെപ്സ് മസിൽ വളരെ സ്ട്രോങ് ആണ്, ബട്ട് ഡംബൽ ഓഫേഴ്സ് മിനിമം റെസിസ്റ്റൻസ്. കാരണം ഈ ഒരു പൊസിഷനിൽ മൊമെൻറ്റം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഡംബൽ വളരെ കുറഞ്ഞ റെസിസ്റ്റൻസേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ മസിൽ വളരെ സ്ട്രോങ് ആണ്. ഇനി ടോപ്പ് പൊസിഷനിൽ അല്ലെങ്കിൽ എൻഡ് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോറിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ആപ്പ് ഗുഡ്സാണ്. ഈ ആപ്പ് ഗുഡ്സിൽ കൊള്ളുന്ന കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? എന്നാൽ നിങ്ങൾ ആപ്പ് ഗുഡ്സിൻ്റെ ഡബിൾ ഹൈറ്റിൽ ചെങ്കല്ലോ ഹോളോ ബ്രിക്സൊക്കെ അട്ടിക്ക് വെച്ചിട്ട് മുട്ടിച്ച് വലിപ്പിക്കുന്നൊരു സിറ്റുവേഷനാണ് ടോപ്പ് പൊസിഷൻ. അതായത് ഈ ഒരു പൊസിഷനിൽ നിങ്ങളുടെ ട്രൈസെപ്സ് മസിൽ വളരെ വീക്കാണ്, ബട്ട് ഡംബൽ ഓഫേഴ്സ് മാക്സിമം റെസിസ്റ്റൻസ് ബിക്കോസ് ദ മൊമെൻറ്റം ഈസ് വെരി ലെങ്തി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡംബൽ കിക്ക് ബാക്ക് ഈസ് എ വേസ്റ്റ് എക്സസൈസ്. അപ്പോൾ നമുക്കതിൻ്റെ പകരം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് നോർമൽ കേബിൾ പുഷ് ഡൗൺ. കേബിൾ പുഷ് ഡൗൺ നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മൊമെൻറ്റം, എന്താണ് ടോർക്ക്, എന്താണ് ലൈൻ ഓഫ് വോയിസ്, ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. വരും വീഡിയോസിൽ ബയോമെക്കാനിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.